ഈ സെഷനിൽ നമ്മൾ പ്ലാന്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിൽ രണ്ട് തരത്തിലുള്ള ലൈഫ് സൈക്കിൾ കാണാൻ കഴിയും. ഏതൊരു പ്ലാന്റിനും ഹാപ്ലോയിഡ് സെൽസ് ആണെങ്കിലും ഡിപ്ലോയിഡ് സെൽസ് ആണെങ്കിലും ദാറ്റ് ക്യാൻ അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ. ഹാപ്ലോയിഡ് സെൽസ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി, ഡിപ്ലോയിഡ് സെൽസ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് കേട്ടോ. ഇനി ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി ആണെങ്കിൽ ദാറ്റ് വിൽ അണ്ടർഗോ ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്ന പ്ലാന്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ്. പ്ലാന്റ്സിന്റെ കേസിൽ ഹാപ്ലോയിഡ് സെൽസും ഡിപ്ലോയിഡ് സെൽസും രണ്ടിനും മൈറ്റോട്ടിക് ഡിവിഷൻ നടത്താൻ കഴിയും. ഹാപ്ലോയിഡ് സെൽസ് ആണെങ്കിൽ മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ് അതിന്റെ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്നത്. ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി ആണെങ്കിൽ അത് മിയോട്ടിക് ഡിവിഷൻ വഴിയായിരിക്കും അതിന്റെ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്നത്. വാട്ട് എവർ ഇറ്റ് മേ ബി, ഹാപ്ലോയിഡ് ആണെങ്കിലും ഡിപ്ലോയിഡ് ആണെങ്കിലും അവർക്ക് മൈറ്റോസിസ് ഡിവിഷൻ നടത്തി ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയും ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡിയും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിന്ന് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഹാപ്ലോയിഡ് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ തരത്തിലുള്ള പ്ലാന്റ് ബോഡീനെ നമ്മൾ ഗ്യാമീറ്റോഫൈറ്റ് എന്നാ പറയാം. ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ് എന്തായിരിക്കും? ഹാപ്ലോയിഡ് ഗ്യാമീറ്റ് ആയിരിക്കും ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ. ഇനി ഗ്യാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്ത്, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്ന ഡിപ്ലോയിഡ് സൈഗോട്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്ന ഡിപ്ലോയിഡ് സൈഗോട്ട് ദാറ്റ് ക്യാൻ അണ്ടർഗോ ഡെവലപ്മെന്റ് ആസ് എ സ്പോറോഫൈറ്റ്. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എന്തായിട്ടായിരിക്കും മാറുന്നത്? സ്പോറോഫൈറ്റ് ആയിട്ടായിരിക്കും മാറുന്നത്. എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന്റെ കേസിൽ നമുക്ക് ഗ്യാമീറ്റോഫൈറ്റിക് കണ്ടീഷനും കാണാം, സ്പോറോഫൈറ്റിക് കണ്ടീഷനും കാണാം എന്നർത്ഥം. അപ്പൊ ഒരു സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിന്റെ കേസിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്ന ഗ്യാമീറ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഉണ്ടാകുന്ന, സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ബോഡി ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്യാമീറ്റോഫൈറ്റ് എത്രമാത്രം, അല്ലെങ്കിൽ ഹാപ്ലോയിഡ് സ്റ്റേജ് എത്രമാത്രം ഡ്യൂറേഷൻ ഒരു പ്ലാന്റ് ബോഡിയിൽ നിലനിൽക്കുന്നുണ്ട്, അത് ഡിപ്പെൻഡന്റ് ആയിട്ടാണോ ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ നിലനിൽക്കുന്നത്, അതേപോലെ ഡിപ്ലോയിഡ് സ്റ്റേജ് പ്ലാന്റില് എത്ര സമയം നമ്മൾ കാണുന്നുണ്ട്, അത് ഡിപ്പെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ എന്നനുസരിച്ച് ഈ പ്ലാന്റ്സ് പലതരത്തിലുള്ള ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് കാണിക്കും. അത് പലതരത്തിലുള്ള ലൈഫ് സൈക്കിള് കാണിക്കും. ഒന്ന് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്, ഒന്ന് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്, ഒന്ന് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ് കേട്ടോ. ഹാപ്ലോണ്ടിക് ഇത് വളരെ ഈസിയാണ് മനസ്സിലാക്കി പഠിച്ച. ഹാപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക് ആൻഡ് ഹാപ്ലോ ഡിപ്ലോണ്ടിക്. ഈ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന പ്ലാന്റ്സിൽ ഹാപ്ലോയിഡ് കണ്ടീഷൻ പ്രോമിനന്റ് ആയിട്ട് കാണും. അവർക്ക് വലിയ കാര്യമായിട്ട് ഡിപ്ലോയിഡ് സ്റ്റേജ് എന്നൊന്നും പറയാനുണ്ടാവില്ല കേട്ടോ. ഇത് കാണുന്ന സാധാരണ ആൽഗയിലാണ് സാധാരണ നമ്മൾ ഹാപ്ലോണ്ടിക് കണ്ടീഷൻ കാണുന്നത്. ആൽഗയുടെ മേജർ പ്ലാന്റ് എന്താണ്? മേജർ പ്ലാന്റ് ബോഡി എന്താണ്? മേജർ പ്ലാന്റ് ബോഡി ഈസ് ഹാപ്ലോയിഡ് അല്ലെ, അല്ലെങ്കിൽ ഗ്യാമീറ്റോഫൈറ്റ് ആണ് മേജർ പ്ലാന്റ്. ഇത് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മൈറ്റോസിസ് വഴിയാണ്. ഇറ്റ് പ്രൊഡ്യൂസസ് ദ ഗ്യാമീറ്റ് ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ. മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാ ഇത് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഈ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്ത ഗ്യാമീറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്താ ഉണ്ടാകുന്ന സൈഗോട്ട് എന്താണ്? ഡിപ്ലോയിഡ് സൈഗോട്ട് ആണ് അല്ലെ. ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് ഇമ്മീഡിയറ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കും. നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? സൈഗോട്ടിക് മിയോസിസ് ഒക്കേഴ്സ് ഇൻ ആൽഗെ എന്നാണ് പറഞ്ഞത് അല്ലെ. സൈഗോട്ടിക് മിയോസിസ് ഒക്കേഴ്സ് ഇൻ ആൽഗെ, അല്ലെങ്കിൽ മിയോസൈറ്റ് ഈ സൈഗോട്ട് ഇൻ ആൽഗെ എന്നാ. അപ്പൊ ഈ സൈഗോട്ട് മിയോസിസ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടോ? ഈ ഹാപ്ലോയിഡ് സ്പോർസ് ആണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്? ദ ആൽഗ, താലസ് ഓഫ് ആൽഗ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, ഓർ ദ പ്ലാന്റ് ബോഡി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം എന്താ? പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് നേച്ചർ ഉള്ളതാണ്. അപ്പൊ ഹാപ്ലോയിഡ് നേച്ചർ ഉള്ള ഒരു പ്ലാന്റ്, മേജർ പ്ലാന്റ് അതിന്റെ ഹാപ്ലോയിഡ് ആണ്. ഈ ഹാപ്ലോയിഡ് നേച്ചർ ഉള്ള പ്ലാന്റ് അത് ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ് ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നോണ്ട് ആ പ്ലാന്റ് ബോഡിനെ നമ്മൾ ഗ്യാമീറ്റോഫൈറ്റ് എന്നാണ് പറയുന്നത്.
ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്ത മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്ത സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഒരു ഡിപ്ലോയിഡ് സെല്ലാണ്. ഈ ഡിപ്ലോയിഡ് സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടന്നാൽ ഉണ്ടാകുന്ന ഹാപ്ലോയിഡ് സ്പോർസ് ആണ്. ഈ ഹാപ്ലോയിഡ് സ്പോർസ് കംപ്ലീറ്റ് പ്ലാന്റ് ബോഡി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇവിടെ നമ്മൾ ആകെ ഈ സൈഗോട്ടിനെ മാത്രമല്ലേ എന്തായിട്ട് കാണുന്നുള്ളൂ, ഒരു ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിട്ട് കാണുന്നുള്ളൂ. സൈഗോട്ട് അവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ല. സൈഗോട്ട് കംപ്ലീറ്റ്ലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? പ്ലാന്റിനെ ഗ്യാമീറ്റോഫൈറ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സൈഗോട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല. സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല. അവിടെ സ്പോറോഫൈറ്റ് എന്നൊരു കണ്ടീഷൻ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഈ ഡിപ്ലോയിഡ് കണ്ടീഷൻ ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ അറ്റ് ഓൾ. ഓൺലി സൈഗോട്ടിൽ മാത്രമേ ഉള്ളൂ. അത് നിൽക്കുന്നത് വളരെ ഷോർട്ട് ഡ്യൂറേഷൻ. ഇമ്മീഡിയറ്റ്ലി സൈഗോട്ട് അണ്ടർഗോ മിയോസിസ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ കാണുന്ന എപ്പോഴും ഗ്യാമീറ്റോഫൈറ്റും അതിന്റെ ഗ്യാമീറ്റും അതേപോലെ തന്നെ സ്പോറ് ഡെവലപ്പ് ആയിട്ടുള്ള ഗ്യാമീറ്റോഫൈറ്റും. അതുകൊണ്ടാണ് ആ തരത്തിലുള്ള പ്ലാന്റ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ടു യു ബിക്കോസ് വെൻ വി സ്റ്റഡീഡ് ആൽഗെ അന്നേരം മുതൽ നമ്മൾ പറഞ്ഞു പോയത് അല്ലെ. ഇനി നമ്മൾ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്താന്ന് നോക്കാം. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ സാധാരണയായിട്ട് കാണുന്ന സീഡ് പ്ലാന്റ്സിലാണ് കേട്ടോ. അതായത് ഫെനിറോഗ്യാംസിലാണ്. ഫെനിറോഗ്യാം എന്ന് പറഞ്ഞാല് സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സിനെയാണ് ഫെനിറോഗ്യാംസ് എന്ന് പറയുന്നത്. ഈ ഫെനിറോഗ്യാംസിലാണ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നത്. അവരെ മേജർ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? മേജർ പ്ലാന്റ് ഈസ് സ്പോറോഫൈറ്റ്. മേജർ പ്ലാന്റ് ഈസ് സ്പോറോഫൈറ്റ്. ഈ സ്പോറോഫൈറ്റിന്ന് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇറ്റ് പ്രൊഡ്യൂസസ് ദ ഗ്യാമീറ്റ് ബൈ മിയോസിസ്. It produces the gamete by meiosis, and this gametes it is present inside the gametophyte. Gametophyte എന്താണ്? Gametophytes എന്ന് പറയുന്നത് ഇതിനകത്ത് പോളൻ ഗ്രെയിനും അതേപോലെ തന്നെ ഇപ്പൊ ജിംനോസ്പേമിലാണെങ്കിലും ആൻജിയോസ്പേമിലാണെങ്കിലും മെയിൽ ഗ്യാമീറ്റോഫൈറ്റ് പോളൻ ഗ്രെയിൻ ആണ് അല്ലെ. ആ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് മെയിൽ ഗ്യാമീറ്റ് ഉണ്ടാകുന്നത്. എങ്ങനെയാ മെയിൽ ഗ്യാമീറ്റ് ഉണ്ടാകുന്നത്? ഇത് നോക്കിക്കേ. ഇവിടെ ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും ഉണ്ടെന്ന് പറഞ്ഞു. ഈ ജനറേറ്റീവ് സെല്ല് രണ്ടായിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? രണ്ട് ജനറേറ്റീവ് സെല്ലായിട്ട് മാറുന്നത്. അതാണ് രണ്ട് മെയിൽ ഗ്യാമീറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്ന പോളൻ ഗ്രെയിൻ ഇൻ ദ കേസ് ഓഫ് ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം. അതേപോലെ തന്നെ ആർക്കിഗോണിയൽ സ്ട്രക്ചർ ആൻഡ് എംബ്രിയോസാക്. ആർക്കിഗോണിയൽ സ്ട്രക്ചറും എംബ്രിയോസാക്കും ആണ് അതിന്റെ ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ്. ആർക്കിഗോണിയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എവിടെയാ? ജിംനോസ്പേമില്. എംബ്രിയോസാക്ക് എന്ന് പറയുന്നത് എവിടെയാണ്? ആൻജിയോസ്പേമില്. അപ്പൊ അത് രണ്ടുമാണ് എന്തായിട്ടുള്ളൂ? ഗ്യാമീറ്റോഫൈറ്റ് ആയിട്ട് ഉള്ളൂ. അപ്പോൾ ഈ ഗ്യാമീറ്റോഫൈറ്റിന്റെ ഉള്ളിലിരിക്കുന്ന ഗ്യാമീറ്റ് അത് മെച്ചുർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്ക് പുറത്തേക്കൊന്നും കാണാനില്ല. പോളൻ ഗ്രെയിൻ ഉണ്ടായ പൂമ്പൊടി അത് പുറത്തേക്ക് ഇങ്ങനെ പാറിപ്പോവും. അതേപോലെ തന്നെ ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എഗ് മെച്ചുർ ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് ഫ്യൂഷൻ നടന്ന് സൈഗോട്ട് ആയിട്ട് മാറും. സോ ഹിയർ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് ഇറ്റ് വിൽ അണ്ടർഗോ ഫ്യൂഷൻ ടു പ്രൊഡ്യൂസ് ദ സൈഗോട്ട്. ഈ സൈഗോട്ട് ഡെവലപ്പ് ആയിട്ട് വേഗം എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നമ്മൾ ഗ്യാമീറ്റിനെ കാണാൻ കിട്ടുന്നുണ്ടോ? ഇല്ല. ഗ്യാമീറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സർവൈവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഗ്യാമീറ്റ് എത്ര സമയം നിൽക്കുന്നുണ്ട്? വളരെ കുറച്ച് സമയം മാത്രമേ നിൽക്കുന്നുള്ളൂ. സോ ഹിയർ there is no independent free living existence in the case of existence for gametophyte in the case of phanerogams. We can say haploid stage it is not visible in them. That is the reason we are calling this as diplontic life cycle. അതിനെ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ കാരണം. ഇനി ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നത് ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലുമാണ്. ബ്രയോഫൈറ്റ്സിലും ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നത്. ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റിന്റെ മേജർ പ്ലാന്റ് എന്താണ്? മേജർ പ്ലാന്റ് ഈസ് ഹാപ്ലോയിഡ്. അല്ലെങ്കിൽ മേജർ പ്ലാന്റ് ഈസ് ഹാപ്ലോയിഡ് ഓർ ഇറ്റ് ഈസ് ഗ്യാമീറ്റോഫൈറ്റ് അല്ലെ. This will produce the gamete, male gamete and female gamete by mitosis. It will produce the male and female gamete by
മൈറ്റോസിസ്, മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഇത് മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഫ്യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന സൈഗോട്ട്, ദിസ് സൈഗോട്ട് ഇറ്റ് വിൽ ബി ഡിപ്ലോയിഡ് ഇൻ നേച്ചർ. ഈ സൈഗോട്ട് ഡിപ്ലോയിഡ് നേച്ചർ ഉള്ളതാണ്. ഈ സൈഗോട്ട് ഡെവലപ്മെന്റ് നടന്നിട്ട് എന്തുണ്ടാവും? സ്പോറോഫൈറ്റ് ഉണ്ടാവും. സ്പോറോഫൈറ്റ് ഗ്യാമീറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് അല്ലേ? ഈ സ്പോറോഫൈറ്റ് ഗ്യാമീറ്റോഫൈറ്റിന്റെ മേലിൽ ഉണ്ടാവുക. ആ സ്പോറോഫൈറ്റിന്റെ ഉള്ളിലുള്ള ക്യാപ്സ്യൂളിന്റെ ഉള്ളിലിരിക്കുന്ന സ്പോർ മദർ സെല്ല് മിയോസിസ് നടന്നിട്ടാണ്. അതായത് സ്പോറോഫൈറ്റില് ചില സെൽസ് മിയോസിസ് നടന്ന് സ്പോർസ്, ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറും. ഈ സ്പോർസ് ആണ് ഡെവലപ്പ് ആയിട്ട് എന്തായിട്ട് മാറുന്നത്? ഗ്യാമീറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നത്. ഇത് ഡെവലപ്മെന്റ് നടന്ന് ഗ്യാമീറ്റോഫൈറ്റിക് പ്ലാൻ ബോഡി ആയിട്ട് മാറും. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അത് അതിന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹാപ്ലോയിഡ് സെൽസ് ആണ് അവരുടെ സെൽസ് എങ്കിൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് അറ്റൈൻ ചെയ്ത് അതിന്റെ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഡിപ്ലോയിഡ് സ്റ്റേജസ് നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് ഫോളോ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഫസ്റ്റ് ഹാപ്ലോയിഡ്, പിന്നെ ഡിപ്ലോയിഡ്. ടെറിഡോഫൈറ്റിന്റെ കേസിലാണെങ്കിലോ, ടെറിഡോഫൈറ്റിന്റെ മേജർ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ടെറിഡോഫൈറ്റ് മേജർ പ്ലാൻ ബോഡി ഈ സ്പോറോഫൈറ്റ്, റൈറ്റ്? ടെറിഡോഫൈറ്റിന്റെ മേജർ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റ് ആണ് അല്ലെ? മേജർ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റ് ആണ്. ഈ സ്പോറോഫൈറ്റിന്റെ സ്പൊറാഞ്ചിയയുടെ ഉള്ളിലിരിക്കുന്ന സ്പോർ മദർ സെൽ, സ്പൊറാഞ്ചിയ containing spore mother cell that is diploid in nature undergo meiosis to produce the haploid spores. ഈ ഹാപ്ലോയിഡ് സ്പോർസ് ഡെവലപ്മെന്റ് നടന്ന് അതെന്തായിട്ട് മാറും? പ്രോഥാലസ്. പ്രോഥാലസ് ഈസ് എ ഗ്യാമീറ്റോഫൈറ്റ്. ഈ ഗ്യാമീറ്റോഫൈറ്റില് മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ് എന്ത് നടക്കുക? ഗ്യാമീറ്റ്സ്, മെയിൽ ഗ്യാമീറ്റ് ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഫീമെയിൽ ഗ്യാമീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ടുഗദർ ടു ബിക്കം ദ zygote. Zygote is diploid in nature. It undergo development for the formation of sporophyte. അല്ലെ? അപ്പൊ ഇവരുടെ മേജർ പ്ലാന്റ് എന്താണ്? സ്പോറോഫൈറ്റ്, ഡിപ്ലോയിഡ്. ഇവരുടെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത സ്പൊറാഞ്ചിയെന്ന് ഉണ്ടാകുന്ന സ്പോർ മദർസിലെ മിയോട്ടിക് ഡിവിഷൻ നടന്നുണ്ടാകുന്ന സ്പോർസ് അത് കൊഴിഞ്ഞു വീണ വേറൊരു കുഞ്ഞു പ്ലാന്റ് ഉണ്ടാകുന്നതാണ്. എന്താണ്? ഹാപ്ലോയിഡ് അല്ലെ? അപ്പൊ ആദ്യം അവര് ഡിപ്ലോയിഡ് സ്റ്റേജും പിന്നീട് അവർ ഹാപ്ലോയിഡ് സ്റ്റേജും കാണിക്കുന്നുണ്ട്. ഡിപ്ലോയിഡ് സ്റ്റേജ് അപ്രത്യക്ഷമാവുന്നൊന്നുമില്ല കേട്ടോ, അവിടെ തന്നെ നിൽക്കും. അതിനോട് അസോസിയേറ്റ് ആയിട്ട് നമുക്ക് ഹാപ്ലോയിഡ് സ്റ്റേജും കാണാൻ പറ്റും. അപ്പൊ ഇതും ഹാപ്ലോ ഡിപ്ലോണ്ടിക് എന്നാണ് പറയുന്നതെങ്കിലും ടെറിഡോഫൈറ്റിന്റെ കേസിൽ ഡോമിനന്റ് സ്റ്റേജ് ഡിപ്ലോയിഡ് കണ്ടീഷനും ബ്രയോഫൈറ്റിന്റെ കേസിൽ ഡോമിനന്റ് സ്റ്റേജ് ഹാപ്ലോയിഡ് കണ്ടീഷനുമാണെന്ന് ഓർത്തിരിക്കുക. രണ്ടും ഹാപ്ലോ ഡിപ്ലോണ്ടിക് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ടെറിഡോഫൈറ്റ് ഡിപ്ലോ ഹാപ്ലോണ്ടിക് എന്ന് പറയായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കേസ് കേട്ടോ. So here we can say diplodic, haplodic and haplodiplodic, 3 different types of life cycle we can see in this group. സാധാരണയായിട്ട് ആൽഗയിലെ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാ കാണിക്കുന്നതെന്ന് പറയുന്നെങ്കിലും ചില ആൽഗെ such as Ectocarpus, Polysifonia, kelp ഇതൊക്കെ ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ് കാണിക്കുന്നത്. ഫ്യൂക്കസ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ആൽഗയാണ്. ഇതൊരു നീറ്റ് പോയിന്റ് ആണ്, നമ്മുടെ NCERT കൊടുത്തേക്കുന്ന തന്നെയാണ്. പക്ഷെ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇനി ഇതിനകത്ത് ആ ഡിഫറെന്റ് പാറ്റേൺസ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, അതിനകത്ത് സൈഗോട്ട് എന്ന സിംഗിൾ സെല്ല് മാത്രമേ ഡിപ്ലോയിഡ് ആയിട്ടുള്ളൂ. ഗ്യാമീറ്റോഫൈറ്റിക് പ്ലാൻ ബോഡിയിൽ നിന്ന് ഗ്യാമീറ്റോജെനസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ് സിംഗമി വഴി സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് മിയോസിസ് നടന്ന് നേരെ സ്പോർസ് ആയിട്ട് മാറി ആ സ്പോർ വീണ്ടും ഗ്യാമീറ്റോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഫിഗർ എ ആണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾ നോക്കിയാൽ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആയിരിക്കും കാണാൻ കഴിയുന്നത്. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ നമുക്ക് കാണാൻ കഴിയും സ്പോറോഫൈറ്റ് എന്ന മേജർ പ്ലാൻ ബോഡിയിൽ നിന്ന് ഗ്യാമീറ്റോജെനസിസ് മിയോട്ടിക് ഡിവിഷൻ വഴി അത് ഗ്യാമീറ്റ് ഫോം ചെയ്യും, അല്ലെങ്കിൽ ഗ്യാമീറ്റോഫൈറ്റ് ഫോം ചെയ്യും. ഈ ഗ്യാമീറ്റോഫൈറ്റിന്റെ ഉള്ളിലിരിക്കുന്ന
ഇരിക്കുന്ന ഗ്യാമീറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ സിംഗമി വഴി സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് വീണ്ടും സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ ഗ്യാമീറ്റോഫൈറ്റ് എന്ന ഒരൊറ്റ സ്ട്രക്ചർ മാത്രമാണ് ഹാപ്ലോയിഡ് ഉള്ളൂ, അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ് പ്രോമിനന്റ് ആയിട്ട് കാണുന്നത്. സോ ഹിയർ വി ക്യാൻ സേ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. നെക്സ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാമീറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സ് ഗ്യാമീറ്റോജനസിസ് വഴി സിംഗമി നടന്ന് സൈഗോട്ട് ആയിട്ട് മാറും. സൈഗോട്ട് സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ സ്പോറോഫൈറ്റിൽ നിന്ന് മിയോട്ടിക് ഡിവിഷൻ വഴി സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പോറാണ് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ സ്പോറോഫൈറ്റ് എന്നൊരു ജനറേഷൻ സെപ്പറേറ്റ് കാണുന്നതുകൊണ്ട് അത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്. ഇനി ടെറിഡോഫൈറ്റിന്റെ കേസിലാണെങ്കിൽ നേരെ മറിച്ച് നോക്കണം. സ്പോറോഫൈറ്റ് മിയോട്ടിക് സ്പോറോഫൈറ്റിൽ നിന്ന് സ്പോർ മദർ സെൽസ് സ്പൊറാഞ്ചിയയിൽ ഇരിക്കുന്ന സ്പോർ മദർ സെൽസ് മിയോട്ടിക് ഡിവിഷൻ വഴി സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹാപ്ലോയിഡ് സ്പോർസ് വന്നിട്ട് ഡെവലപ്പ് ചെയ്ത് ഗ്യാമീറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഗ്യാമീറ്റോഫൈറ്റിൽ നിന്ന് മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഡെവലപ്പ് ചെയ്യും. മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് വീണ്ടും സ്പോറോഫൈറ്റ് ആയിട്ട് മാറി കേട്ടോ. അപ്പൊ അത് രണ്ട് തരത്തിലും നോക്കണം കേട്ടോ, ഹാപ്ലോ ഡിപ്ലോണ്ടിക്കും ഡിപ്ലോ ഹാപ്ലോണ്ടിക്കും. അപ്പൊ അവിടെ നമ്മുടെ ഡിപ്ലോ ഹാപ്ലോണ്ടിക് എന്ന് പറയുന്നതിന് പകരം ബ്രയോഫൈറ്റിലെ ഹാപ്ലോയിഡ് സ്റ്റേജ് ആണ് പ്രിഡോമിനന്റ് എന്നും ടെറിഡോഫൈറ്റിലെ ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ് പ്രിഡോമിനന്റ് എന്നുമാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ലൈഫ് സൈക്കിൾ പാറ്റേണിന്റെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ എക്സാമ്പിൾസും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ പ്ലാന്റ് കിങ്ഡം കേട്ടോ.